പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹങ്ങളും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്ന എല്ലാ കൂട്ടായ്മകളിലും പിതാവായ ദൈവം യേശു ക്രിസ്തുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി തൻ്റെ അഭിഷേകത്തെ പകരുന്നു. ഇന്ന് നിങ്ങൾ കൂടിയിരിക്കുന്ന, നിങ്ങളിരിക്കുന്ന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മ, ആ സ്ഥലം ദൈവാനുഗ്രഹത്തിൻ്റെ സ്ഥലമായി പിതാവായ ദൈവം രൂപാന്തരപ്പെടുത്തുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ച ഒത്തിരി വ്യക്തികൾക്ക് ദൈവം വലിയ അത്ഭുതങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്നതായി എൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. ഒരു കുടുംബത്തിൻ്റെ അനുഭവം ശ്രദ്ധിക്കുക. എല്ലാ ഞായറാഴ്ചയും ഷാലോം ചാനലിൽ 8:30 മുതൽ 9 മണി വരെയുള്ള അഭിഷേകാഗ്നി ധ്യാന പരിപാടി ഭക്തിയോടെ കാണുന്ന കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. ചങ്ങനാശ്ശേരിക്കടുത്ത് തൃക്കൊടിത്താനത്താണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ കുടുംബത്തിൽ 4 വർഷമായി ജോലി കിട്ടാതെ ഞങ്ങൾ വിഷമിക്കുകയായിരുന്നു. ആ അവസരത്തിലാണ് 8:30-ക്കുള്ള അച്ഛൻ്റെ വചനപ്രഘോഷണത്തിൽ ആരാധനയിലും വളരെ സങ്കടത്തോടെ ഞാൻ പങ്കെടുത്തത്. സാക്ഷ്യപ്പെടുത്താം എന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, വളരെ ഉന്നതമായൊരു ജോലി, വിചാരിച്ചതിനേക്കാൾ വലിയ ശമ്പളത്തിൽ ദൈവം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു.
അഭിഷേകാഗ്നി പ്രോഗ്രാമിന് പങ്കെടുത്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എൻ്റെ ദൈവം എന്നെ ജോലി നൽകി ഉയർത്തി. എൻ്റെ ദൈവത്തിന് കോടാനുകോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. തൃക്കൊടിത്താനത്ത് നിന്ന് കർത്താവിൻ്റെ ദാസർ സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 4 വർഷം ജോലിയില്ലാതെ വിഷമിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഷ്ടതയിലിരിക്കുന്നവർക്ക് തുണയായ ദൈവത്തെക്കുറിച്ചുള്ള വചനം കേട്ടത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിടുതലിനെ കുറിച്ച് കേട്ടത്. കർത്താവിൻ്റെ നാമത്തെ വിശ്വസിച്ചവർ യേശുവിനെ വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ കെട്ടുകൾ അഴിഞ്ഞ് ജോലി സംബന്ധമായ തടസ്സങ്ങൾ വിട്ടുപോയി. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവം ഓരോ കുടുംബങ്ങളുടെ മേൽ അത്ഭുതകരമായി ഇടപെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഇപ്പോൾ ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ പ്രത്യേകം സമർപ്പിക്കുന്നു. ഓരോ കുടുംബങ്ങളുടെ മേൽ അവിടെ നിന്ന് ഇടപെടണമേ കർത്താവേ. ഒത്തിരി കാലങ്ങളായി ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ വിഷമിക്കുന്നവരെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളുടെ മേൽ അവിടെ നിന്ന് തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഠിന ബന്ധനങ്ങളിരിക്കുന്നവരെ കെട്ടുകൾ അഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വഴക്ക്, ബഹളം, ദേഷ്യം, പിണക്കം, യോജിപ്പില്ലായ്മ, വിദ്വേഷം, വൈരാഗ്യം, തമ്മിൽ അനൈക്യം, ഇവയെല്ലാം അനുഭവിച്ച് ഭാരപ്പെട്ട് തളരുന്ന ഓരോ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ അനൈക്യത്തിൻ്റെ ശിഥിലീകരണ ശക്തികളെയും ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉണർവില്ലായ്മ, ഭക്തിരാഹിത്യം, ദൈവത്തോട് തുറവിയില്ലായ്മ, ദൈവനിഷേധം, നിരീശ്വര ചിന്ത, താന്തോന്നിത്തം, വഷള സ്വഭാവം, മൂഢത, അന്ധത, ഇങ്ങനെയുള്ള ആത്മീയ മരവിപ്പിലേക്ക് വീണുപോയ, ആത്മീയ അപജയത്തിലേക്ക് വീണുപോയ, വിശ്വാസരാഹിത്യത്തിലേക്ക് വീണുപോയ ഓരോ മകനെയും മകളെയും ഓരോ കുടുംബങ്ങളെയും വംശങ്ങളെയും യേശുവിന്റെ നാമത്തിൽ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം ജനിക്കട്ടെ, അഭിഷേകം ഉണരട്ടെ, പ്രാർത്ഥന ശക്തി വർദ്ധിക്കട്ടെ, അഭിഷേക ശക്തി വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തണുത്ത ആത്മാക്കൾ, മരവിച്ചുപോയ ആത്മാക്കൾ ഇപ്പോൾ പുതുജീവൻ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നിരീശ്വര ചിന്ത അരുത് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. നിരീശ്വര ചിന്തയെ കർത്താവ് തൻ്റെ പരിശുദ്ധമായ വചനങ്ങളാൽ നിരോധിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 18 മുതൽ 22 വരെ തിരുലിഖിതങ്ങൾ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം. പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം. മധുരത്തെ കയ്പായും കയ്പനെ മധുരമായും കരുതുന്നവന് ദുരിതം. തന്നെ ജ്ഞാനി എന്നും സൂക്ഷ്മബുദ്ധി എന്നും കരുതി നീ കർത്താവിൽ നിന്നകന്നു പോകരുത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയമകനെ, പ്രിയമകളെ, നീ നുണയുടെ കയറ് കെട്ടി പാപത്തെ വലിക്കരുത്. അങ്ങനെ ചെയ്താൽ എന്താണ് ആ ദൈവ പൈതലിൻ്റെ വംശത്തിലേക്കും ആ ദൈവ പൈതലിൻ്റെ ജീവിതത്തിലേക്കും വരുന്ന നാശമെന്ന് വിശുദ്ധ ലിഖിതം യെശയ്യായുടെ പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീ നാളത്തിൽ വൈക്കോൽ തുരുമ്പ് പോലെ, അഗ്നിജ്വാലയിൽ ഉണക്കപ്പുല്ല് പോലെ അവരുടെ വേര് ജീർണിച്ചു പോകും. അവരുടെ പുഷ്പങ്ങൾ പൊടി പോലെ പറന്നു പോകും. കാരണം അവർ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നിയമത്തെ നിരസിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ്റെ വചനത്തെ നിന്ദിക്കുകയും ചെയ്തു. അവരുടെ വേര് ജീർണിച്ചു പോകും എന്നത്രേ വിശുദ്ധ ലിഖിതത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വീണ്ടും നിയമാവർത്തന ഗ്രന്ഥത്തിൽ 29-ാം അധ്യായത്തിൽ 19-ാമത് തിരുലിഖിതം, വരണ്ടതും കുതിർന്നതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നടന്നാലും സുരക്ഷിതനായിരിക്കും എന്ന് കരുതുന്നവൻ കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന വിഷവൃക്ഷത്തിൻ്റെ കയ്പ് വേര് എന്നത്രേ നിയമാവർത്തന പുസ്തകം 29-ാമത് അധ്യായത്തിൽ ആ വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. നിയമാവർത്തനം 29-23 വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. സൊദോം ഗൊമോറയെ പോലെ അത്രയ്ക്കും കർത്താവിന് ഇഷ്ടക്കേടുള്ള ഒരു ജീവിതം എത്രേ. കർത്താവിനെ ഉപേക്ഷിച്ച് ദൈവനിഷേധത്തിലും യുക്തിവാദത്തിൻ്റെ ആധിപത്യത്തിലും വിപരീത ചിന്തകളിലും നടക്കുന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ചുള്ള ദൈവവചന വെളിപ്പെടുത്തൽ. ഹല്ലേലൂയ. സോദോം ഗൊമോറയെ പോലെ ദൈവം അത്രമാത്രം അകന്നു നിൽക്കുന്ന ഒരു വ്യക്തിയും ഒരു കുടുംബവുമാണെന്ന് മറക്കരുത്. പ്രിയപ്പെട്ട മകനെ, മകളെ, ദൈവവചനം ദൈവനിഷേധത്തെയും ദൈവവചനം യുക്തിവാദത്തിൻ്റെ ആധിപത്യം വഴിയുള്ള ദൈവിക വിപരീതമായ സ്വഭാവത്തെയും ദൈവവചനം അംഗീകരിക്കുന്നില്ല.
നിരീശ്വര ചിന്തയെ ദൈവവചനം അംഗീകരിക്കുന്നില്ല. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പുതിയ നിയമത്തിലും ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവമക്കൾക്ക് പ്രബോധനം നൽകുന്നുണ്ട്. തെസ്സലോനിക്കക്കാരുടെ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുലിഖിതം 2 തെസ്സലോനി 2:12 തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നും ഇങ്ങനെ മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കരുത്. എന്നും ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കരുത്. കൂട്ടിയാൽ കൂടാത്ത കാലങ്ങളും സമയങ്ങളും വരും. ഈ ജീവിതത്തിൻ്റെ ഈ അവസ്ഥയൊക്കെ മാറും. ഞാനും നിങ്ങളും അതിന് ദൈവത്തിൻ്റെ ന്യായാസനത്തെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഓരോ മണിക്കൂറുകളെക്കുറിച്ചും ഓരോ മിനിറ്റുകളെക്കുറിച്ചും ഓരോ സെക്കൻഡുകളെക്കുറിച്ചും ന്യായം ബോധിപ്പിക്കേണ്ട, അതിന് ദൈവത്തിൻ്റെ ന്യായാസനത്തെങ്കിൽ നിൽക്കേണ്ട ന്യായവിധിയുടെ നിമിഷങ്ങളുണ്ട്. അവിടെ ഞാൻ നിങ്ങൾ ന്യായം ബോധിപ്പിച്ചേ മതിയാവൂ. സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലനിലൂടെ തൻ്റെ സഭാ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൻ്റെ വെളിപാടുകൾ അവഗണിച്ച് മുന്നോട്ട് കുതിക്കരുത്. പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെപ്പോലെ നീ മുന്നോട്ട് പോകരുത്. നീ കുതിരയെയും കോവർ കഴുതയെയും പോലെ ബുദ്ധിയില്ലാത്തവനാകരുത്. ഒരു തിരിച്ചറിവ് പ്രാപിക്കണം. എന്താണ് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും വലിയ കർത്തവ്യം? ഒരു ദൈവ പൈതലിൽ നിന്ന് ദൈവം എന്താണ് ഏറ്റവും അധികമായി ആഗ്രഹിക്കുന്നത്? സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, നീ പരിശുദ്ധനായവനെ അറിയണം. അതാണ് അടിസ്ഥാന ദൈവവിളി. നിന്റെ ദൈവത്തെ നീ അറിയണം. നിന്റെ പരിശുദ്ധനായവനെ, നിനക്ക് രൂപം നൽകിയവനെ, നിന്നെ മെനഞ്ഞെടുത്തവനെ, നിനക്ക് ജീവശ്വാസം നൽകിയവനെ, നിനക്ക് ജീവനും ജീവിതവും നൽകിയവനെ നീ അറിയണം. നീ അതിന് വിപരീതമായി നീ നിന്റെ വഴിയെ നിനക്ക് തോന്നിയതുപോലെ വരണ്ടതും കുതിർന്നതും എനിക്ക് ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും ഞാൻ സുരക്ഷിതനായിരിക്കുമെന്ന് ഭാവിച്ച് നീ തോന്നിവാസ മാർഗത്തിൽ വ്യാപരിക്കരുതേ. ദൈവത്തിൻ്റെ വചനം നിരോധിക്കുന്നു. വീണ്ടും വിശുദ്ധ ലിഖിതത്തിൽ ഇതിനെക്കുറിച്ച് കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ ദൈവമക്കൾക്ക് വെളിപ്പെടുത്തൽ ലഭിക്കുന്നുണ്ട്. 2 കൊറിന്തോസ് അതിൽ 6-ാം അധ്യായത്തിൽ 14 മുതൽ 16 വരെ വാക്യങ്ങൾ. 2 കൊറിന്തോസ് 6-ാം അധ്യായം 14 മുതൽ 16 വരെ തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു പൈതലാണെങ്കിൽ പോലും, നിങ്ങൾ ദൈവമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും, നിങ്ങളോട് ദൈവമായ കർത്താവ് വ്യക്തമായി നൽകുന്ന അതിശക്തമായ പ്രബോധനം ഇതാണ്: വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയുമായി കൂടിപ്പിണഞ്ഞ് കൂടിക്കുഴഞ്ഞ് എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കും വേണ്ടി കൂടിക്കുഴഞ്ഞ് നീ ദൈവനിഷേധിയായ താന്തോന്നിയായ ഒരു വ്യക്തിയുടെ കൂടെ കൂട്ടുകൂടി നടക്കരുത്. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്, നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണെന്നുള്ളത്, പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്, ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്, ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്. ഈ അടുത്ത കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവ് തൻ്റെ അണികളെ വ്യക്തമായി പ്രബോധിപ്പിക്കുന്ന ഒരു പ്രബോധനം അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിരീശ്വര പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് നിരീശ്വര ചിന്തയും ദൈവവിശ്വാസവും ഒന്നിച്ച് കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. അത് വളരെ സത്യം തന്നെയാണ്. അച്ഛനും അത് വ്യക്തമായിട്ടുള്ളതാണ്. ഒരു വിശ്വാസിക്ക് നിരീശ്വര ചിന്ത, ഒരു വിശ്വാസിക്ക് വിശ്വാസവും നിരീശ്വര ചിന്തയും ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയുകയില്ല. ഒരു നിരീശ്വര ചിന്തക്കാരന് നിരീശ്വര ചിന്തയും വിശ്വാസവും ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയുകയില്ല. അത് ദൈവത്തിൻ്റെ വചനവും ദൈവമക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് ബന്ധം? ബലിയാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൊരിന്ത്യക്കാർക്ക് 2-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ബലിയാൽ എന്നതുകൊണ്ട് ഇവിടെ വിവക്ഷിക്കുന്നത് തിന്മയുടെ മൂർത്തിഭാവമോ അവസാന നാളുകളിലെ ക്രിസ്തു വൈരിയോ ആകാം. ഒരു ക്രിസ്തു വൈരിയുമായി ക്രിസ്തുവിന് എന്ത് ബന്ധമാണുള്ളത്? ഇത് തന്നെ ഒരു വിശ്വാസി മനസ്സിലാക്കണം. വിശ്വാസി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാ കൂട്ടുകെട്ടും നിനക്ക് രുചിക്കുമെന്ന് വിചാരിക്കരുത്.
എല്ലാ കൂട്ടുകെട്ടുകളും എല്ലാ സഖ്യങ്ങളും നിന്നെ നിത്യരക്ഷയിലേക്ക് നയിക്കുമെന്ന് വിചാരിക്കരുത്. ഒരു വിശ്വാസിയുടെ അടിസ്ഥാന ചിന്ത നിത്യരക്ഷയിലേക്കുള്ള ഗമനത്തെക്കുറിച്ചായിരിക്കണം. നിത്യരക്ഷയായിരിക്കണം ഒന്നാമത്തെ ചിന്ത. നിത്യരക്ഷയ്ക്ക് സഹായിക്കുന്ന കൂട്ടുകെട്ടുകൾ, നിത്യരക്ഷയ്ക്ക് സഹായിക്കുന്ന ചിന്തകൾ, നിത്യരക്ഷയ്ക്ക് സഹായിക്കുന്ന പുസ്തകങ്ങൾ, നിത്യരക്ഷയ്ക്ക് സഹായിക്കുന്ന ഉപദേശങ്ങൾ, നിത്യരക്ഷയ്ക്ക് സഹായിക്കുന്ന വഴികൾ, ഇതാണ് ഒരു വിശ്വാസി അന്വേഷിക്കേണ്ടത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശു എന്താണ് ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നത്? ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിലും തള്ളിപ്പറയപ്പെടും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും തള്ളിപ്പറയുമെന്ന് വിശുദ്ധ ലിഖിതത്തിൽ നാം വായിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൽ 19-ാമത്തെ തിരുലിഖിതം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 19-ാമത്തെ തിരുലിഖിതം. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. പ്രിയ മകനെ, പ്രിയ മകളെ, നീ വഴി ആരെങ്കിലും ഈ ഭൂമിയിൽ ദൈവവിശ്വാസം വിട്ട്, പ്രാർത്ഥന വിട്ട്, ഭക്തി വിട്ട് ആ വ്യക്തി ജീവന്റെ ഗ്രന്ഥത്തിൽ പേരില്ലാത്തവനായി ദൈവനിഷേധത്തിലേക്ക് പോയിട്ടുണ്ടോ? നിന്റെ യുക്തിവാദത്തിൻ്റെ ചിന്തകൾ വഴി, നിന്റെ യുക്തിവാദത്തിൽ ലീവലറ്റുകൾ വഴി, നിന്റെ ഇടപെടലുകൾ വഴി, നിന്റെ ഉപദേശം വഴി ഒരാത്മാവ് ഈ ലോകത്തിൽ വിശ്വാസമുള്ള വഴി ഉപേക്ഷിച്ച് അവിശ്വാസത്തിൻ്റെ വഴികളിലേക്ക് പോയിട്ടുണ്ടോ? അന്യദൈവ ആരാധനയുടെ വഴിയിലേക്ക് പോയിട്ടുണ്ടോ? ദൈവനിഷേധത്തിൻ്റെ വഴിയിലേക്ക് പോയിട്ടുണ്ടോ? എങ്കിൽ പ്രിയ മകനെ, പ്രിയ മകളെ, നീ ഈ ഭൂമിയിൽ ഒരു പാപഹേതുവാണ്. നീ വഴി ദൈവത്തിൻ്റെ ഒരു ആത്മാവ് വിശുദ്ധിയിൽ നിന്ന് പാപത്തിലേക്ക് വീണുപോയി. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ ചെറിയവനെന്ന് വിളിക്കപ്പെടുമെങ്കിൽ, ദൈവത്തെ നിഷേധിക്കുകയോ ദൈവത്തെ നിഷേധിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നവൻ്റെ സ്ഥിതി എന്തായിരിക്കും? സോദോം ഗോമോറയ്ക്ക് സദൃശമായിരിക്കുമെന്ന് ദൈവവചനത്തെ ആസ്പദമാക്കി ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവരാണ്. ഈ കേരളക്കരയിൽ ഒരുപാട് വിശ്വാസം തഴച്ചു വളരുന്ന ഒരു ആത്മീയ പശ്ചാത്തലത്തിൽ ജനിക്കാൻ നമുക്ക് ദൈവം കൃപ തന്നു. ആത്മീയ പശ്ചാത്തലമുള്ള കുടുംബങ്ങൾ, അനേകായിരം ലക്ഷക്കണക്കിന് കുടുംബങ്ങളുള്ള ഒരു നാട്ടിലാണ് നാം ജനിച്ചിരിക്കുന്നത്. ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന, ആത്മീയതയുടെ ടച്ച്, ആത്മീയതയുടെ സ്പർശനമുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം ദേവാലയങ്ങൾ, ധാരാളം ആരാധനാലയങ്ങൾ, ധാരാളം ദൈവവിശ്വാസമുള്ളവർ, ദൈവിക മാർഗത്തെക്കുറിച്ച് ചിന്തയുള്ളവർ, ആത്മീയ ബോധ്യങ്ങളുള്ളവർ, നല്ല ആത്മീയ ഈടുറ്റ ആത്മീയ മൂല്യങ്ങളുള്ള നല്ല നേതാക്കന്മാരും മൂല്യങ്ങളുള്ള നല്ല ആത്മീയ ഗുരുക്കന്മാരും വസിച്ചിരുന്നതും വസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു നാട്. ഈ നാട്ടിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചത് എത്രയോ ഭാഗ്യമാണ്. മകനെ, മകളെ, നീ അവസരത്തെ നീ ചവിട്ടി മതിക്കരുത്. നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ മനോഹരമായ നാട്ടിൽ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ നിന്റെ ഹൃദയം തുറക്കുക. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, ഓരോ പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രാർത്ഥന ഉപേക്ഷിച്ച്, സന്ധ്യാപ്രാർത്ഥന ഉപേക്ഷിച്ച്, ദൈവാരാധന ഉപേക്ഷിച്ച്, സഭാ കൂട്ടായ്മ ഉപേക്ഷിച്ച്, തിരുസഭയോടുള്ള ബന്ധം ഉപേക്ഷിച്ച്, സ്വന്തം മാർഗത്തിലൂടെ പലതരത്തിലുള്ള അബദ്ധസഞ്ചാരം നടത്തി വിശ്വാസവും വിശുദ്ധിയും നഷ്ടപ്പെട്ടു പോയ എല്ലാ മക്കളെയും ഈ രാത്രി ഈ നിമിഷം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഓ ദൈവമേ, അവിടുന്ന് കൈകൾ കൊണ്ട് തൊട്ട് ഓരോ മകനെയും ഓരോ മകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നേതാക്കന്മാരെ അനുഗ്രഹിക്കണമേ. എല്ലാ ശുശ്രൂഷകരെ അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ സഭാ മക്കളെ അനുഗ്രഹിക്കണമേ. വിശ്വാസികളെ അനുഗ്രഹിക്കണമേ. അവിശ്വാസികളെ അനുഗ്രഹിക്കണമേ. ദേശം മുഴുവനെ അനുഗ്രഹിക്കണമേ. ദൈവത്തെ അറിയാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തിൽ അഭിമാനം കൊള്ളാൻ, ദൈവത്തിൽ സമാധാനം കണ്ടെത്താൻ ഈ നാട്ടിലുള്ള മുഴുവൻ മക്കൾക്കും ഓ പിതാവേ, ഇപ്പോൾ കരുണയോടെ അഭിഷേകവും കൃപയും കാരുണ്യവും വർഷിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏതെങ്കിലും കാലത്ത് ദൈവത്തെ ഉപേക്ഷിക്കണമെന്നുള്ള മക്കൾക്ക് ഇപ്പോൾ ദൈവത്തിലേക്ക് മടങ്ങി വരാൻ കൃപ ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതെങ്കിലും കാലത്ത് ദൈവനിഷേധത്തിന് പിടിയിലമർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ദൈവനിഷേധത്തിന്റെ ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്.
ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം 15 അധ്യായം 4 വാക്യം, എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും, യേശു കർത്താവ് അരുളി ചെയ്തു. യോഹന്നാൻ്റെ സുവിശേഷം 15 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. ഓ ദൈവമേ, നിരീശ്വര ചിന്ത, ദൈവനിഷേധം, പലതരത്തിലുള്ള യുക്തിവാദത്തിൻ്റെ ആധിപത്യങ്ങൾ ഇവ നിമിത്തം അങ്ങയോടുള്ള കൂട്ടായ്മ മുറിക്കപ്പെട്ട അവസ്ഥയിലുള്ള ഞങ്ങളുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവെ, മുറിക്കപ്പെട്ട ശാഖ പോലെ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണല്ലോ. ഓ, യേശുവാകുന്ന തായ്തറിയിലേക്ക് ചേർന്ന് നിന്ന് ധാരാളം ഫലം പുറപ്പെടുവിക്കുന്ന ശാഖയാകാനാണല്ലോ ഓരോരുത്തരെയും വിളിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവെ, ഈ നിമിഷങ്ങളിൽ അവരെല്ലാം സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും ഇത്തിരി തലമുറകളായി ദൈവനിഷേധം, നിരീശ്വര ചിന്ത, എതിർ ചിന്ത, മല്ലടിക്കുന്ന ചിന്ത, ഭക്തിരാഹിത്യം, വിശ്വാസക്കുറവ് ഇവ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള ഭക്തിരാഹിത്യത്തിൻ്റെയും വിശ്വാസക്കുറവിൻ്റെയും ആധിപത്യ ശക്തികൾ നിർവീര്യമാകട്ടെ. തലമുറകളാൽ എല്ലാ വിപരീത സ്വാധീനം വിട്ടുപോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അഭിഷേകം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. യേശുവാകുന്ന തായ്തടിയോട് ചേർന്ന് നിൽക്കുന്ന അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, ശക്തി വ്യാപരിക്കട്ടെ. കർത്താവെ, അഭിഷേകം വ്യാപരിക്കട്ടെ. കർത്താവെ, തിരിച്ചറിവ് ലഭിക്കട്ടെ. കർത്താവെ, ആരെങ്കിലും കഠിന ബന്ധനത്തിൽ, അന്ധകാര ബന്ധനത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ ശക്തി വ്യാപരിച്ച് കഠിനമായ ചങ്ങലകൾ മുറിഞ്ഞു മാറി പോകട്ടെ. എതിർ ചിന്തകളുടെ കോട്ടകൾ, ജെറീക്കോ കോട്ട തകർന്നടിഞ്ഞതുപോലെ എതിർ ചിന്തകളുടെ കോട്ടകൾ ഇപ്പോൾ ദൈവശക്തിയാൽ തകർന്നടിയട്ടെ. ദൈവമക്കൾക്ക് വിടുതൽ ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. രോഗപീഠകൾ വിട്ടുപോട്ടെ കർത്താവെ. അശുദ്ധാത്മാക്കൾ ഒഴിഞ്ഞു പോട്ടെ കർത്താവെ. കുടുംബക്ലഹങ്ങൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലി സംബന്ധമായ തടസ്സങ്ങൾ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കാത്ത മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്ന കർത്താവെ. കണ്ണുനീരോടെ കരഞ്ഞു കലങ്ങി ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. എൻ്റെ പേര് സിജി. വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിലാണ് വീട്. എനിക്ക് 2 അനുഭവങ്ങളുണ്ട്. അതിലൊന്ന് എൻ്റെ അനുഭവം തന്നെ. എനിക്ക് ആശാരിപ്പണിയാണ്. എനിക്ക് 2-3 വർഷമായിട്ട് ഇരുന്ന് പണിയെടുക്കുമ്പോൾ നടുവിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം എണിച്ച് നടന്നാലേ പിന്നീട് ഇരുന്ന് പണിയെടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അത് ഇന്നലെ രാജു ബ്രദറിനോട് കൗൺസിലിങ്ങിൽ പറഞ്ഞ് അത് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അന്നേരം തൊട്ട് ആ വേദനയില്ല. അപ്പോൾ ഞാൻ ഇന്നൊരു ഉച്ചവരെ നോക്കി, ഇപ്പോൾ വൈകുന്നേരം വരെ നോക്കി, എന്നിട്ടും ഇപ്പോൾ എനിക്ക് ആ വേദന അനുഭവപ്പെടുന്നില്ല. എനിക്കത് പൂർണ്ണമായിട്ടും മാറിയെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് എനിക്കൊരു അനുഭവം ഉള്ളത്, എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ ധ്യാനത്തിന് വരാൻ വേണ്ടിയിട്ട് നേരത്തെ ഞങ്ങളിവിടെ ബുക്ക് ചെയ്തിരുന്നു. അന്ന് അമ്മ എടുത്ത് നേർന്നിരുന്നു ഈ ധ്യാനത്തിന് എൻ്റെ മോളെ കൂടി കൊണ്ടുവന്നത്. എൻ്റെ മോള് ജനിച്ചിട്ട് ഇപ്പോൾ 5.5 വയസ്സായി. മോൾക്ക് 5.5 വയസ്സായി. മോൾക്ക് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ശ്വാസം മുട്ടും അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടും ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാണ്ട് നടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇവിടത്തേക്ക് ഈ ധ്യാനത്തിന് നേർന്നു കഴിഞ്ഞതിൽ പിന്നെ എൻ്റെ മോൾക്ക് ഇതുവരെയും ആ ശ്വാസം മുട്ടോ അതിനെ പറ്റി ഒരു നേരം പോലും ഒരു മരുന്ന് കൊടുത്തില്ല. മറ്റേത് 5.5 വയസ്സ് വരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഈ ഒരു 3 മാസം മുന്നേ വരെ ഒരു നേരം മരുന്ന് മുടക്കിയാൽ പിറ്റേന്ന് ആശുപത്രിയിലായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഈ 3 മാസമായിട്ട് ഇതുവരെയായിട്ടും ഒരു മരുന്നും എൻ്റെ മോൾക്ക് ഉപയോഗിച്ചില്ല. യേശുവിനെ ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇത് പ്രത്യേക അത്ഭുതമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് ധ്യാനിച്ചോളാം, വചനം കേട്ടോളാം എന്ന് പറഞ്ഞ് നേർന്ന് പ്രാർത്ഥിച്ച സമയത്ത് തന്നെ കർത്താവ് രോഗപീഠ എടുത്തു മാറ്റി. അതുപോലെ തന്നെ ചേട്ടൻ്റെ നടുവേദനയും കർത്താവ് എടുത്തു മാറ്റി. ആശാരിപ്പണി ചെയ്യുന്ന ആൾക്ക് ഇരുന്ന് പണിയെടുക്കാൻ വേണ്ടി പറ്റില്ലെങ്കിൽ സ്ഥിതി എന്താ? ഹല്ലേലൂയ. അതും കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ച്. കൈ ഉയർത്തി ഉറക്കെ ഹല്ലേലൂയ പറയാം. ഒരേ കൂടെ പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഗ്രേസി, നേര്യമ്പങ്കലം. എനിക്ക് 12 വർഷമായിട്ട് മാറത്തൊരു മുഴയുണ്ടായിരുന്നു. തിങ്കളാഴ്ച ഇവിടെ വന്ന് കമൻസ് കൂടിയപ്പോൾ ആ വേദനയും മുഴയും മാറിക്കിട്ടി. പിന്നെ 20 വർഷമായിട്ട് ഞാൻ വീണ് എനിക്ക് നടുവേദനയായിരുന്നു. കസേരയിൽ ഇരിക്കുവാനോ ഒരു ചുവടെടുക്കാനോ എനിക്ക് സാധിക്കില്ലായിരുന്നു. അത് മാറിക്കിട്ടി.
ഹല്ലേലൂയ, ഹല്ലേലൂയ. 12 വർഷമായിട്ടുള്ള മുഴയാണ് മാറുന്നത്, വിട്ടുമാറിപ്പോയത്. പ്രകടമായ സൗഖ്യം കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. ശക്തിയോടെ കൈയടിച്ച് പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും.